ശിവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. മാതാ അമൃതാനന്ദമയി ദേവിയെക്കുറിച്ച് നടൻ മോഹൻലാൽ പറയുന്നത് എന്തെന്ന് നമുക്ക് കേൾക്കാം. ആലങ്കാരികമായി പറയില്ലേ, അമ്മയാണ് സത്യം, അമ്മയാണ് സ്നേഹമെന്ന്. എന്നെ സംബന്ധിച്ച് എൻ്റെ സ്വന്തം അമ്മയും ലോകത്തിനു മുഴുവൻ അമ്മയുമായ ബഹുമാനപ്പെട്ട ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി അമ്മയും അങ്ങനെ തന്നെയാണ്. സത്യമായ സ്നേഹം, പരമമായ സ്നേഹം, അതിൻ്റെ പ്രതിബിംബമാണ് രണ്ടാളും. ഒരാളെ ഞാൻ ജനിച്ചതു മുതൽ കണ്ടു തുടങ്ങി, മാതാ അമൃതാനന്ദമയി അമ്മയെ യൗവനത്തിലും കണ്ടു തുടങ്ങി എന്ന വ്യത്യാസമേ ഉള്ളൂ. മുമ്പ് അമ്മയുടെ തന്നെ ഒരു പിറന്നാൾ പതിപ്പിൽ എഴുതിയിരുന്നത് പോലെ തന്നെ ഞാൻ അമ്മയെ ആദ്യമായി കാണുന്നത് എൻ്റെ അമ്മയുടെ പൂർവാശ്രമത്തിലാണ്. അവധിക്കും മറ്റും അമ്മാവൻ്റെ വീട്ടിൽ പോകുമ്പോൾ മാതാ അമൃതാനന്ദമയി അമ്മ അവിടെ വരുമായിരുന്നു. അന്നേ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട എന്തോ ഒരു സവിശേഷത, ഒരു ആത്മീയ ചൈതന്യം ഞാൻ അമ്മയിൽ കണ്ടിരുന്നു. പ്രായത്തിൽ കവിഞ്ഞ ഒരു ആത്മീയ നിറവ് അമ്മയിൽ ശ്രദ്ധിക്കാനായി. അതിലും വലുതായി ആത്മീയതയിൽ ഊന്നിയ ഒരു ഇച്ഛാശക്തിയും ആജ്ഞാശക്തിയും അന്നേ അമ്മയിൽ പ്രകടമായതായി ഓർക്കുന്നു. അത്രയൊന്നും പുരോഗതി എത്തിനോക്കിയിട്ടില്ലാതെ ഒരു കടലോര പ്രദേശത്തെ അമൃതപുരിയായി ലോകമെമ്പാടും പുകഴ്പെറ്റ ഒരു ആത്മീയ കേന്ദ്രമാക്കി തീർത്ത മാതൃചൈതന്യത്തിനെ പിന്നീട് പലവട്ടം എനിക്ക് അടുത്തുനിന്ന് ദർശിക്കാനും ആ സ്നേഹവാത്സല്യങ്ങൾ ആവോളം അനുഭവിക്കാനുമുള്ള സൗഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അമ്മയുടെ പിറന്നാളുകൾക്ക് അതിഥിയാവാനായി, പല ആഘോഷങ്ങളുടെയും ഭാഗമാകാനായി. എൻ്റെ അമ്മയ്ക്ക് വലിയൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടായപ്പോൾ അമൃത കടാക്ഷത്താൽ കൊച്ചി അമൃത ആശുപത്രി എനിക്ക് എൻ്റെ രണ്ടാം വീട് പോലെയായിത്തീർന്നു. കുറച്ചു കാലത്തേക്കെങ്കിലും എൻ്റെ അമ്മ ഇന്നും ആരോഗ്യവതിയായിരിക്കുന്നതിൽ മാതാ അമൃതാനന്ദമയി അമ്മയുടെ അനുഗ്രഹവും അമൃത ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാരുടെ അക്ഷീണ പരിശ്രമവും ഉണ്ടെന്നത് എനിക്ക് മറക്കാനേ ആവുന്നതല്ല. അമ്മയുടെ നേതൃത്വത്തിൽ തന്നെയുള്ള അമൃത ടിവിയിലാണ് ഞാൻ അവതാരകനും നായകനുമായ മലയാളത്തിലെ ആദ്യത്തെ സ്റ്റാർ ഷോ ലാൽ സലാം അവതരിപ്പിച്ചത്. എന്നെ സംബന്ധിച്ച് വളരെ വേറിട്ടൊരു ദൃശ്യാനുഭവം ആയിരുന്നു അത്. ഭാരതത്തിൽ തന്നെ ഒരു അഭിനേതാവിനെ കേന്ദ്രീകരിച്ച് അത്തരം ഒരു പരിപാടി ഒരുപക്ഷെ ആദ്യത്തേതാവണം. ഒരു പത്രത്തിൻ്റെ ഓണപ്പതിപ്പിന് വേണ്ടിയുള്ള അഭിമുഖത്തിൽ ലേഖകൻ എന്നോട് ചോദിച്ചു, അമ്മയോടുള്ള എൻ്റെ മറക്കാനാവാത്ത ആത്മീയ അനുഭവം എന്താണെന്ന്. ഞാൻ പറഞ്ഞു, ആത്മീയ ഔന്നത്യം, ഉപാധികളില്ലാത്ത സ്നേഹം, കരുണ ഒക്കെ അമ്മയിൽ കാണാം. കണ്ടുമുട്ടുമ്പോഴേ അടുത്തറിയുമ്പോഴും അടുത്തറിയുമ്പോഴും ഒരൗഭമ ശക്തിയുടെ അനുഭവമുണ്ടാകും. പ്രത്യേകതയുള്ള ഒരു അനുഭൂതിയാണത്. നമുക്ക് മാത്രം സാധ്യമാക്കുന്ന, വാക്കുകളിലൂടെ വിശദീകരിക്കാനാവാതൊരു ഊർജം അമ്മയിൽ നിന്ന് എനിക്ക് കിട്ടുന്നു. അങ്ങനെയേ എനിക്കതിനെപ്പറ്റി പറയാനാവൂ. തികച്ചും സത്യമാണ്, പരമമായ സത്യം. അമ്മ പലരെ പലതരത്തിൽ വിസ്മയിച്ചിട്ടുണ്ട്. എന്നെ വിസ്മയിപ്പിച്ച അമ്മയെ സംബന്ധിച്ച പലതിലൊന്ന്, മലയാളം മാത്രം സംസാരിച്ച് അമ്മ ലോകം കീഴടക്കിയതാണ്. വിദേശികളോട്, ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയോട്, രാഷ്ട്രപതിയോട്, എന്തിന് ഐക്യരാഷ്ട്രസഭയിൽ വളരെ സങ്കോചമില്ലാതെ മാനവ സ്നേഹത്തിൻ്റെ, മാനവ സാഹോദര്യത്തിൻ്റെ, സഹിഷ്ണുതയുടെ സുവിശേഷങ്ങൾ അമ്മ തനി മലയാളത്തിൽ ആത്മവിശ്വാസത്തോടെ പ്രസംഗിക്കുന്നു. അറിയാത്ത ഭാഷകളിലെ ലക്ഷക്കണക്കിന് ആളുകളോട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംവദിക്കുന്നു. അവരുടെ മാനസിക സംഘർഷങ്ങൾക്ക് സ്വാന്തനത്തിൻ്റെ പാലൂട്ടുന്നു. അതൊരു അത്ഭുതം തന്നെയാണ്. ചുറ്റുമുള്ള ലോകത്തെവിടെയുമുള്ള സഹോദരങ്ങൾക്ക് ഒരാപത്ത് സംഭവിക്കുമ്പോൾ ആശ്വാസകരങ്ങളുമായി അമ്മ മുന്നിട്ടിറങ്ങുന്നതിനു നാം എത്രയോ വട്ടം സാക്ഷികളായി. സുനാമി വന്നപ്പോൾ ആശ്രമത്തിലെ ഭക്തജനങ്ങളെ മാത്രമല്ല, അത് ബാധിച്ച ചുറ്റുവട്ടത്തെ അനേകരെ രക്ഷപ്പെടുത്തുന്നതിന് അമ്മ നേരിട്ട് മുൻകൈയെടുത്തു. വാസ്തുഹാരങ്ങളെ പുനരധിവസിപ്പിക്കാൻ ആശ്രമം മുൻകൈയെടുത്തു.
ചുരുങ്ങിയ നാൾ കൊണ്ട് ഭാരതത്തിലെ തന്നെ മികവിൻ്റെ കേന്ദ്രമായി മാറിയ അമൃത ആശുപത്രി സ്ഥാപിച്ചു. ഫരീദാബാദിൽ ഭാരതത്തിലെ തന്നെ ഏറ്റവും വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി സ്ഥാപിച്ചു. വിദ്യാഭ്യാസ വികസനത്തിന് അമ്മയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന സ്ഥാപനങ്ങളുടെ വ്യാപ്തി എത്രയോ വലുത്. പ്രളയത്തിൽ, ഭൂകമ്പത്തിൽ ഒക്കെ അമൃതവർഷം ലോകം നേരിട്ട് അനുഭവിച്ച പരമാർത്ഥം മാത്രമാണ്. അമ്മയുടെ കരുണാപ്രസാദത്തിന് നിത്യയൗവനമാണ്. അത് അങ്ങനെ തന്നെ ദീർഘകാലം ഭക്തലക്ഷങ്ങൾക്ക് ആശയും ആശ്രയവുമായി നിലനിൽക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അമ്മയ്ക്ക് ആയുരാരോഗ്യ സൗഖ്യം ആശംസിക്കുകയും ചെയ്യുന്നു. ഹരി ഓം നമഃ ശിവായ.